ഹായ് ഓൾ, വെൽക്കം ബാക്ക്. നമ്മൾ പാർട്ട് 1 സെക്ഷൻ ബിയിലെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പാർട്ടിലെത്തി നിൽക്കുകയാണ്. ഓൾമോസ്റ്റ് ഈ ചാപ്റ്ററിലെ ഫുൾ കാര്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ലാസ്റ്റ് വീഡിയോ ആണ്, നമുക്ക് നോക്കാം. ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സിനെ പറ്റി മുകളിൽ നമ്മൾ കുറച്ച് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എവിടെ സ്ട്രാറ്റജിക് പ്ലാനിങ്ങിന് സ്റ്റെപ്സ് വരുമ്പോൾ ഏതൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത്? നമുക്ക് തന്നെ മുകളിൽ നോക്കിക്കേ മിഷനും വിഷനും ഡിഫൈൻ ചെയ്യണം. ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ മാർക്കറ്റ് നമ്മൾ നോക്കണം. പിന്നെ എന്താ പറഞ്ഞത്? സെറ്റ് ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞു. അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് സ്പെസിഫിക് ആയിരിക്കണം, മെഷറബിൾ ആയിരിക്കണം. പക്ഷെ അത്രയും മാത്രമല്ല, വേറെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. അതാണ് സ്മാർട്ട് അനാലിസിസ് എന്ന് പറഞ്ഞ് നമുക്ക് പഠിക്കാനുള്ളത്. അതിന് മുമ്പ് തന്നെ ഈ ഗോൾസും ഒബ്ജക്റ്റീവ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. ഗോൾസ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ബ്രോഡായിരിക്കും, ജനറൽ എയിം ആയിരിക്കും. എക്സാമ്പിൾ, ഇൻക്രീസ് മാർക്കറ്റ് ഷെയർ. മാർക്കറ്റിലെ ഷെയർ കൂട്ടുക. അതായത് പാസ്ട്ര സ്കൂളിന് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു 20% ഷെയർ ഉണ്ടെന്ന് നോക്കുക. 20%, അതായത് 100 കുട്ടികൾ CMA ചൂസ് ചെയ്താൽ 20 സ്റ്റുഡൻസ് ആസ്ട്ര സ്കൂളിനെ ചൂസ് ചെയ്യും. ഓക്കെ, അത് കൂട്ടുക, അതിനൊരു 30-40 ആക്കുക. അതായത് 100 സ്റ്റുഡൻസ് വന്നാൽ 40 സ്റ്റുഡൻസും ആസ്ട്ര സ്കൂളിനെ ചൂസ് ചെയ്യണം എന്നാക്കുക. ഇതിനെയൊക്കെയാണ് ഗോളെന്ന് പറയുക. കുറച്ചുകൂടെ ജനറലാണ്, സ്പെസിഫിക് അല്ല. ബട്ട് ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ കൃത്യമായിരിക്കും. വരുന്ന ജനുവരി ഫെബ്രുവരി വിൻഡോയിൽ ഇത്ര സ്റ്റുഡൻസ് വേണം, അത് കഴിഞ്ഞ് വരുന്ന വിൻഡോയിൽ ഇത്ര സ്റ്റുഡൻസ് വേണം, അത് കഴിഞ്ഞ് വരുന്ന സെപ്റ്റംബർ ഒക്ടോബർ വിൻഡോയിൽ ഇത്ര നമ്പർ ഓഫ് സ്റ്റുഡൻസ് വേണം. ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് വെക്കുന്നതിനെയാണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുക. കണ്ടോ, കുറച്ചുകൂടെ സ്പെസിഫിക്കും ആയിരിക്കും, മെഷറബിളും ആയിരിക്കും. ഇത് മാത്രമല്ല, ഷുഡ് ബി സ്മാർട്ട് ആയിരിക്കണം എന്നാണ് പറയുക. സ്മാർട്ട് ആയിരിക്കണം എന്നാണ് പറയുക. എന്താണ് ഈ സ്മാർട്ട് എന്ന് നോക്കിക്കേടാ. സ്പെസിഫിക് ആയിരിക്കണം. നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ സ്പെസിഫിക് ആയിരിക്കണം. ആൻഡ് മെഷറബിൾ ആയിരിക്കണം. നമുക്ക് അളന്നു നോക്കാൻ പറ്റണം. എൻ്റെ കാര്യം നോക്ക്. സ്പെസിഫിക് ആക്കണം. എനിക്ക് തരുന്ന ടാർഗറ്റ് സ്പെസിഫിക് ആക്കണം. എന്താ? ഇത്ര ദിവസം ഇത്ര ക്ലാസ് എടുക്കണം, സെക്ഷൻ ബി എടുക്കണം, പാർട്ട് 2 ബിയും സിയും ഇയും എടുക്കണം. ഇതാണ് എനിക്ക് തന്നേക്കുന്ന ടാർഗറ്റ്. ഇത് സ്പെസിഫിക് ആണ്, മെഷറബിൾ അല്ലേ? ഞാൻ ഏതെങ്കിലും ഒരു സെക്ഷൻ എടുത്തില്ലെങ്കിൽ എല്ലാവർക്കും കണ്ടുപിടിക്കാം, എല്ലാവർക്കും മനസ്സിലാക്കാം. സോ മെഷറബിൾ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ആയിരിക്കണം സെറ്റ് ചെയ്യുന്നുണ്ടാവുക. അച്ചീവബിൾ ആയിരിക്കണം. എന്നോട് വന്ന് പാർട്ട് 1 6 സെക്ഷനും പാർട്ട് 2 6 സെക്ഷനും ഞാൻ എടുക്കണം എന്ന് പറഞ്ഞാൽ സ്പെസിഫിക്കാ. എടുത്തോ ഇല്ലയോ എന്ന് നമുക്ക് സ്പെസിഫിക് ആയിട്ട് നോക്കാം. മെഷറബിളും ആണ്, ബട്ട് അച്ചീവബിൾ ആണോ? എന്നെക്കൊണ്ട് പറ്റുന്നൊരു കാര്യമാണോ? ഒരാളെ കൊണ്ട് 6 സെക്ഷൻ ഒരുമിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ടൈം, അങ്ങനെ കുറേ കാര്യങ്ങൾ ലിമിറ്റേഷൻ ഉണ്ടാവില്ലേ? നിങ്ങൾ സ്റ്റുഡൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്ക്. സ്പെസിഫിക് ആക്കണം. എന്താ സ്പെസിഫിക്? പാസ് ആവണം എന്ന് പറയുന്നു. നിങ്ങളോട് റിസൾട്ട് പാസ് ആവണം എന്ന് പറയുന്നു. സ്പെസിഫിക്കാ. മെഷറബിൾ ആയിരിക്കണം. അതായത് 360 നിങ്ങൾ സ്കോർ ചെയ്യണം. 360 ഔട്ട് ഓഫ് 500 നിങ്ങൾ സ്കോർ ചെയ്യണം എന്നുള്ളതാണ്. മെഷറബിൾ ആണ്. അച്ചീവബിൾ. 500-ൽ 500 മേടിക്കണം എന്ന് പറഞ്ഞാൽ പറ്റുമോ? പറ്റും. പക്ഷെ അത്ര അച്ചീവബിൾ ആണോ? അല്ല. സോ നമ്മൾ എപ്പോഴും സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുമ്പോൾ, ബജറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും പ്ലാൻ ചെയ്യുമ്പോഴാണെങ്കിലും നമ്മുടെ ഒബ്ജക്റ്റീവ്സ് എന്നുള്ളത് അച്ചീവബിൾ ആയിരിക്കണം. ഒരു 400+, ഒരു 450 വരെയൊക്കെ മേടിക്കാൻ നമുക്ക് അവരോട് പറയാം. 500-ൽ 500 മേടിക്കുക, ഇതാണ് നിങ്ങളുടെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ അത് റിയലിസ്റ്റിക്കലി അച്ചീവബിൾ ആയിട്ടുള്ള ഒരു അല്ല. മനസ്സിലായില്ലേ? അടുത്ത് നോക്കടാ, റെലവൻ്റ് ആയിരിക്കണം. നമ്മൾ വെക്കുന്ന ഒബ്ജക്റ്റീവ്സ് ചുമ്മാ എൻ്റെ അടുത്ത് വന്ന് എല്ലാ ക്വസ്റ്റ്യനും ചെയ്യിപ്പിക്കണം, എല്ലാ ടെസ്റ്റ് യുവർ അണ്ടർസ്റ്റാൻഡിങ്ങും ക്ലാസ്സിൽ ചെയ്യിപ്പിക്കണം. ഇത് റെലവൻ്റ് ആണോ? അല്ല. ചിലപ്പോൾ സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ടാവുക 1 + 2 എത്രയാണ്? 3. അടുത്ത ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ടാവുക 2 + 3 എത്രയാണ്? 5. അടുത്ത ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നു 5 + 5 എത്രയാണ്? 10. ഈ 3 ക്വസ്റ്റ്യനും നിങ്ങളെ ഞാൻ ക്ലാസ്സിൽ ചെയ്യിപ്പിക്കേണ്ട കാര്യമുണ്ടോടാ? ഇല്ല. ഒരെണ്ണം ചെയ്യിപ്പിച്ചു, അഡീഷൻ മനസ്സിലാക്കി. അടുത്തത് സബ്സ്ട്രാക്ഷൻ ആയിരിക്കും പറയുക. 3 - 1 2. അടുത്തതിലേക്ക് പോവുക. ഇങ്ങനെ റെലവൻ്റ് ആയിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ എന്ത് വെക്കാവൂ? ഒബ്ജക്റ്റീവായിട്ട് വെക്കാവൂ. എനിക്ക് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമ്പോഴും എല്ലാ ക്വസ്റ്റ്യനും ചെയ്യാന്നുള്ളതല്ല, എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ ക്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ ക്ലാസ്സിൽ തന്നെ ചെയ്യിപ്പിക്കുന്നുണ്ടാവണം. സോ റെലവൻ്റ് ആയിട്ടുള്ള കാര്യം, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളായിരിക്കണം ഒബ്ജക്റ്റീവായിട്ട് വെക്കുന്നുണ്ടാവേണ്ടത്. ലാസ്റ്റ്, ടൈം ബൗണ്ട് ആയിരിക്കണം. എന്ന് വെച്ചാൽ ടൈം കൊണ്ടും മെഷർ ചെയ്യാൻ പറ്റണം. എന്നോട് പറയുകയാണ്, എനിക്കിപ്പോൾ വരുന്ന വിൻഡോ ഒരു ജാനുവരി ഫെബ്രുവരി വിൻഡോ ആണെന്ന് വിചാരിക്കും. ഞാൻ ക്ലാസ് റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യണം. മാർച്ചിൽ റെക്കോർഡ് ചെയ്ത് തീർത്താൽ മതിയോ?
ജനുവരി ഫെബ്രുവരി വിൻഡോയിൽ നിങ്ങൾക്ക് തരണമെങ്കിൽ ഒരു ഡിസംബർ ആകുമ്പോഴെങ്കിലും ക്ലാസ് തരണ്ടേ? സോ ഒരു നവംബർ അവസാനം ആകുമ്പോഴെങ്കിലും ഞാൻ ഫുള്ള് റെക്കോർഡ് ചെയ്ത് തീർക്കുന്നുണ്ടാവണ്ടേ? ടൈം ബൗണ്ട് ആയിരിക്കണം. എനിക്ക് കൊടുക്കുന്ന ഒബ്ജക്റ്റീവ്സ് ഇന്ന എക്സാമിന് പാസ്സാവണം, അല്ലെങ്കിൽ ഇത്ര അറ്റംപ്റ്റിൽ പാസ്സാവണം, ഇത്ര മാർക്ക് മേടിക്കണം, ഈ എക്സാമിലായിരിക്കണം. ടൈം ബൗണ്ട് ആയിരിക്കണം. അല്ലാതെ എപ്പോഴെങ്കിലും പാസ്സായാൽ പോരാ. നമ്മൾ ഈ സെഷനിൽ എക്സാം എഴുതുന്നുണ്ടെങ്കിൽ ഈ വിൻഡോയിൽ നമ്മൾ പാസ്സാവണം. അതല്ലേ നമ്മുടെ ഒബ്ജക്റ്റീവ്. അതായത് എപ്പോഴെങ്കിലും പാസ്സാവണം എന്നുള്ളതാണോ? അല്ല. ക്ലിയർ അല്ലേ? സോ സ്മാർട്ടായിരിക്കണം എന്ന് പറയുമ്പോൾ സ്പെസിഫിക് ആയിരിക്കണം, മെഷറബിൾ ആയിരിക്കണം, അച്ചീവബിൾ ആയിരിക്കണം, റെലവൻ്റ് ആയിരിക്കണം, ടൈം ബൗണ്ടും ആയിരിക്കണം. ഓക്കെ അല്ലേ? ഇനി കണ്ടോടാ, സ്ട്രാറ്റജിക് പ്ലാനിങ് കൊണ്ട് ഉള്ള ബെനഫിറ്റ്സ് എന്താണെന്ന്. അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, എന്നാലും നമുക്ക് ജസ്റ്റ് നോക്കി പോവാം. പ്രൊവൈഡ്സ് ക്ലിയർ ഡയറക്ഷൻ. ഒരു മിനിറ്റ്. പ്രൊവൈഡ്സ് ക്ലിയർ ഡയറക്ഷൻ ആൻഡ് യൂണിഫൈഡ് ഫോക്കസ്. നമ്മൾ നേരത്തെ പർപ്പസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും ക്ലിയർ ആയിട്ട് നമ്മുടെ മിഷൻ മനസ്സിലായി, ക്ലിയർ ആയിട്ട് നമ്മുടെ വിഷൻ മനസ്സിലായി. എല്ലാവരും ഒത്തൊരുമയോടെ ആ ഒരു നേട്ടത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അതാണ് ക്ലിയർ ആയിട്ടുള്ള ഡയറക്ഷൻ ആയതുകൊണ്ട് തന്നെ അത് യൂണിഫൈഡ് ആയിട്ടുള്ള ഫോക്കസും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. പ്രൊയാക്റ്റീവ് തിങ്കിങ്ങിനെ എൻകറേജ് ചെയ്യുന്നുണ്ടാവും. നമ്മുടെ മിഷനും വിഷനും ഒക്കെ നമുക്കറിയാം. പ്രൊയാക്റ്റീവായിട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ കണ്ടറിഞ്ഞ് ചെയ്യുക. ഒരാൾ വന്ന് പറഞ്ഞൊക്കെ ചെയ്യണം എന്നല്ല. ഒരാവശ്യം, ഒരു സാഹചര്യം കണ്ടാൽ കണ്ടറിഞ്ഞ് പെരുമാറുക എന്ന് പറയും. അതിനെയാണ് പ്രൊയാക്റ്റീവ് തിങ്കിങ് എന്ന് പറയുക. അതിനെ എന്ത് ചെയ്യുന്നുണ്ട് സ്ട്രാറ്റജിക് പ്ലാനിങ്? എൻകറേജ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് നോക്കിയാൽ ഇംപ്രൂവ്സ് റിസോഴ്സ് അലോക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യും. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. പ്രോപ്പറായിട്ട് ഓരോ ഫാക്കൽറ്റീസിന് ഏതൊക്കെ സെക്ഷൻ എടുക്കണം, എത്ര ദിവസം എടുക്കണം എന്ന് പ്രോപ്പറായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അലോക്കേറ്റ് ചെയ്യാൻ പറ്റും. കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജും കിട്ടും. വെച്ചാൽ ഒരാൾ തന്നെയല്ല എല്ലാം എടുക്കുന്നത്. എന്നെക്കൊണ്ട് പറ്റുന്ന 3-4 സെക്ഷൻ ഞാൻ എടുക്കുന്നു, അഭിജിത്ത് സാറിനെ കൊണ്ട് പറ്റുന്ന 3-4 സെക്ഷൻ അഭിജിത്ത് സാർ എടുക്കുന്നു. ഓരോരുത്തരും അങ്ങനെ ക്ലിയർ ആയിട്ട് പോകുമ്പോൾ റിസോഴ്സിനെ പ്രോപ്പറായിട്ട് അലോക്കേറ്റ് ചെയ്യാം. കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജും നമുക്ക് കിട്ടും. എൻഹാൻസസ് കോർഡിനേഷൻ ബിറ്റ്വീൻ ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ ഓൾറെഡി. ഇതൊക്കെ നമ്മൾ മുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. പ്രോപ്പറായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്കും ഡിപ്പാർട്ട്മെൻറ്റ്സിനെ പ്ലാൻ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റും. ഇത് ഓൾറെഡി പറഞ്ഞല്ലേ, ബേസിസ് ഫോർ കൺട്രോൾ ആൻഡ് ഇവാലുവേഷൻ. നമുക്ക് ഒരു കൺട്രോളായിട്ട് സെറ്റ് ചെയ്യാം. ഈ പ്ലാനാണ് നമുക്ക് അച്ചീവ് ചെയ്യേണ്ടത്, ഇത് മുമ്പിൽ കണ്ടാണ് നമ്മൾ പോകേണ്ടത്, എവിടെയാണ് പ്രശ്നം വരുന്നതെന്ന് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനേ പറ്റും. ഈ പോയിൻറ്റ്സ് ഒക്കെ ഓൾറെഡി മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതായിരുന്നു. നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ വേഗം നമുക്ക് അടുത്ത ഏരിയയിലേക്ക് പോകാം. ലിമിറ്റേഷൻസ് ഓഫ് സ്ട്രാറ്റജിക് പ്ലാനിങ്. അഡ്വാൻറ്റേജും അതിൻ്റെ പുകഴ്ത്തിയുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതിയോ? അതിനുള്ള പ്രശ്നം കൂടി പറയണ്ടേ? ലിമിറ്റേഷൻസ് എന്താണെന്ന് നോക്കിക്കേ. എന്തായാലും ചെയ്യേണ്ട കാര്യമാണ് സ്ട്രാറ്റജിക്കൽ പ്ലാനിങ്. എന്നാലും എന്തെങ്കിലും അമ്മേനെ തല്ലിയാലും 2 പക്ഷമല്ലേ, അതുപോലെ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടാവും. നമുക്ക് നോക്കാം. ടൈം കൺസ്യൂമിങ് ആണ്, കോസ്റ്റ്ലി ആണ്. അതെ, അടുത്ത 5 വർഷം കഴിഞ്ഞുള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കും എന്ന് വൃത്തിക്ക് ഫോർകാസ്റ്റ് ചെയ്യണം. ഇത്ര സെയിൽസൊക്കെ ആയിരിക്കും അച്ചീവ് ചെയ്യാൻ പറ്റുക, അന്നേരം മാർക്കറ്റ് കണ്ടീഷനും സിറ്റുവേഷനും ഇങ്ങനെയായിരിക്കും, ഈ പ്രൊഡക്റ്റിന് ഇത്ര ഡിമാൻഡ് ഉണ്ടാവും എന്നുള്ള കുറേ ധാരണയും അസംഷനും ഒക്കെ വെച്ചാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. നല്ല കോസ്റ്റ്ലി ആണ്, നല്ല ടൈം കൺസ്യൂമിങ്ങും ആണ്. യെസ്. അടുത്തത്, ക്യാൻ ഫെയിൽ ഇഫ് അസംഷൻസ് ആർ അൺറിയലിസ്റ്റിക്. ഒരിക്കലും റിയലിസ്റ്റിക് അല്ലാത്ത അസംഷൻസ്. 5 കൊല്ലം കഴിഞ്ഞാൽ മാർക്കറ്റ് നമ്മൾ പറയുന്നു ബൂം സ്റ്റേജിലായിരിക്കും എന്ന്, പക്ഷെ റിസഷനിലാവാനാണ് സാധ്യത എങ്കിൽ, മാർക്കറ്റ് കൊളാപ്സ് ചെയ്ത് നിൽക്കാനാണ് സാധ്യത എങ്കിൽ, ആ ഒരു അസംഷൻ്റെ പുറത്ത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? പ്ലാനിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഒരിക്കലും അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള അസംഷൻസിൻ്റെ പുറത്ത് നമ്മൾ പ്ലാൻ ചെയ്യാൻ പാടില്ല. അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള അസംഷൻസിൻ്റെ പുറത്താണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ പ്ലാൻ പരാജയപ്പെട്ടു പോവും, ഫെയിലായി പോകാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ അല്ലേ? റിജിഡ് പ്ലാൻസ് മേ ലിമിറ്റ് ഫ്ലെക്സിബിലിറ്റി എന്ന് വെച്ചാൽ സെൻട്രൽ മാനേജ്മെൻറ്റ്, ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൽ നിന്നേ പറയുക, നിങ്ങളിത് ചെയ്യണം, ഞങ്ങളത് ചെയ്യണം, നിങ്ങൾ ഇതേ ചെയ്യാവൂ. ഓരോരോ എംപ്ലോയീസിനെ അവരെന്ത് ചെയ്യുന്നുണ്ട്? ലിമിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ എന്നുള്ള ഒരു എംപ്ലോയി, എനിക്ക് ചിലപ്പോൾ പാർട്ട് 1 C എടുക്കാനും താല്പര്യമുണ്ട്, പക്ഷെ എന്നോട് പറഞ്ഞിരിക്കുന്നത് നീ B എടുത്താൽ മതി എന്നാ. സോ ആ ഒരു ഫ്ലെക്സിബിലിറ്റീനെ എന്ത് ചെയ്യുന്നുണ്ടത്? റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്. റിജിഡ് ആയിട്ടുള്ള പ്ലാൻ ആണെങ്കിൽ, ഫ്ലെക്സിബിൾ പ്ലാനാണ് ഉണ്ടാക്കുന്നെങ്കിൽ, ഇപ്പം എന്നോട് വന്ന് ചോദിക്കുക നിനക്ക് ഏതൊക്കെ സെക്ഷൻ പറ്റും, ഞാൻ പറയുന്നു പാർട്ട് 2 3 ഞാൻ എടുക്കാം, പാർട്ട് 1 B ഞാൻ എടുക്കാം. ഇത് ഫ്ലെക്സിബിളാണ്. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. റിജിഡ് ആയിട്ടുള്ള പ്ലാനാണ് തരുന്നതെങ്കിൽ ഫ്ലെക്സിബിലിറ്റീനെ എന്ത് ചെയ്യുന്നുണ്ടാവും? ലിമിറ്റ് ചെയ്യുന്നുണ്ടാവും. ലാസ്റ്റ്,
പുവർ ഇംപ്ലിമെൻറ്റേഷൻ ഓഫൻ ലീഡ്സ് ടു ഫെയിലിയർ ഈവൻ വിത്ത് എ ഗുഡ് പ്ലാൻ. നമ്മൾ എത്ര നല്ല പ്ലാനാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാലും നമ്മളത് വൃത്തിക്ക് എന്ത് ചെയ്യുന്നുണ്ടാവണടാ, ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടാവും. നല്ല സെറ്റ് പ്ലാൻ, 10 ദിവസം കൊണ്ട് ബി പഠിക്കുന്നു, ക്വസ്റ്റ്യൻ ചെയ്യുന്നു, ഈ വിൻഡോയിൽ തന്നെ പാസ്സാവുന്നു, സ്ട്രക്ചർ ഉണ്ടാക്കി തരുന്നു. ഇത് മാത്രം മതിയോ? പ്രോപ്പറായിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണ്ടേ? ഇന്ന ദിവസം ഇത്ര ക്ലാസ് കാണണം, ഇന്ന ദിവസം ഇത്ര മോക്ക് എഴുതണം എന്നൊക്കെ പറഞ്ഞു പ്ലാൻ ചെയ്ത് വെച്ചാൽ മാത്രം മതിയോ? പലപ്പോഴും സ്റ്റുഡൻസ് ചെയ്യുന്ന പഠിച്ച് തുടങ്ങുമ്പോൾ തന്നെ പ്രോപ്പർ ടൈം ടേബിളൊക്കെ ഉണ്ടാക്കി സെറ്റ്, കൺസിസ്റ്റൻസി ഉണ്ടാവില്ല. ആദ്യത്തെ ഒരു 2-3 മൂവ്സേ ചെയ്യുള്ളൂ. ത്രൂ ഔട്ട് ഒരു 50 ഡേയ്സോ 60 ഡേയ്സോ ചെയ്യില്ല. പാസ്സാവോ? പാസ്സാവില്ല. സോ പ്ലാൻ ഉണ്ടാക്കിയാൽ പോരാ, അത് അടിപൊളിയായിട്ട് എന്ത് ചെയ്യുകയും വേണം, ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും വേണം. എത്ര നല്ല പ്ലാൻ ആണെങ്കിലും അത് ഇംപ്ലിമെൻറ്റും കൂടെ ചെയ്താലേ എന്താവുള്ളൂ, സക്സസ്ഫുൾ ആവുള്ളൂ. ഓക്കെ അല്ലേ? ഇതൊക്കെയാണ് ചെറിയ ലിമിറ്റേഷൻസ് ആയിട്ട് പറയുന്നത്. ടൈം കൺസ്യൂമിങ് ആണ്. റിജിഡ് പ്ലാൻ ആണെങ്കിൽ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവില്ല. അസംഷൻസ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പ്ലാൻ മാറാം. ഇനി നമ്മളിട്ട പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്തില്ലെങ്കിൽ എന്തായാലും പ്രശ്നം. വീണ്ടും ഒരു എക്സാമ്പിളാണ് പറഞ്ഞേക്കുന്നത്. സ്ട്രാറ്റജിക്കിൻ്റെയും ടാക്റ്റിക്കലിൻ്റെയും ഓപ്പറേഷൻ്റെ എക്സാമ്പിളാണ്. സ്ട്രാറ്റജിക് പ്ലാനിങ്ങിന് ഒരു എക്സാമ്പിൾ നോക്കിക്കേ. ഞാൻ എക്സ്പാൻഡ് ചെയ്യുക ഏഷ്യയിലേക്ക് മുഴുവൻ. ഇപ്പം ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. ഫുൾ ഏഷ്യയിലേക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പോവുക. ചൈനയിലേക്കും പാകിസ്ഥാനിലേക്കും ബംഗ്ലാദേശിലേക്കും എല്ലാ ഏഷ്യൻ കൺട്രീസിലേക്കും ഞാൻ എക്സ്പാൻഡ് ചെയ്യണം എന്ന് ആലോചിക്കുന്നു ഒരു 5 വർഷം കൊണ്ട്. ഇത് ഏത് ലെവൽ പ്ലാനിങ്ങാണ്? സ്ട്രാറ്റജിക്കൽ ലെവൽ പ്ലാനിങ്ങാണ്. 5 വർഷം കൊണ്ട് ബിഗ് സ്കെയിലിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യമാണ് എക്സ്പാൻഷൻ എന്നുള്ളത്. അടുത്ത് നോക്കിക്കേ, അടുത്ത വർഷം തന്നെ നെക്സ്റ്റ് ഇയറിൽ ഞാൻ പുതിയ ന്യൂ പ്രൊഡക്ട്സും കൂടെ ലോഞ്ച് ചെയ്യാൻ പോവുക. ഇപ്പോൾ ഇവിടെ CMA കൊടുക്കുന്നു, നെക്സ്റ്റ് ഇയറിൽ ACCAയും EAയും കൂടെ ലോഞ്ച് ചെയ്യാൻ പോവുക. 1 വർഷം കഴിയുമ്പോൾ തന്നെ ചെയ്യേണ്ട കാര്യമാണ്. ഇതെന്ത് പ്ലാനിങ് ആടാ? ഇതാണ് ടാക്റ്റിക്കൽ പ്ലാനിങ്. നെക്സ്റ്റ് 1 ഇയർ കൊണ്ട് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട കാര്യമല്ലേ? സ്ട്രാറ്റജിക്കലാണെങ്കിൽ അടുത്ത 5-6 വർഷം കൊണ്ട് നമ്മൾ എത്തിച്ചേരേണ്ട സ്ഥലമായിരിക്കണം സ്ട്രാറ്റജിക്കൽ എന്നുള്ളത്. ഇത് ടാക്റ്റിക്കലാണ്. നെക്സ്റ്റ് 1 വർഷം കഴിയുമ്പോൾ 2 പ്രൊഡക്റ്റ് കൂടി ലോഞ്ച് ചെയ്യണം എന്നുള്ളത്. ഓക്കെ അല്ലേ? ആൻഡ് ഫൈനലി ഓപ്പറേഷണൽ എന്താ പറയുന്നത്? ഷെഡ്യൂൾ എംപ്ലോയി ഷിഫ്റ്റ് ഫോർ പ്രൊഡക്ഷൻ. ഓരോ എംപ്ലോയീസും 10 മുതൽ 4 വരെ വർക്ക് ചെയ്യണോ, 9 മുതൽ 5 വരെ വർക്ക് ചെയ്യണോ, 10 മുതൽ 6 വരെ വർക്ക് ചെയ്യണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതിനെയാണ് ഓപ്പറേഷണൽ ലെവൽ പ്ലാനിങ് എന്നും പറയുക. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ചാപ്റ്റർ കഴിയുകയാണ്. ഈ ചാപ്റ്ററിൽ മൊത്തത്തിൽ എന്തൊക്കെയാണ് പഠിച്ചേക്കുന്നത് എന്നുള്ള സമ്മപ്പാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. പ്ലാനിങ് എന്നുള്ളതാണ് മാനേജ്മെൻറ്റിൻ്റെ ഫൗണ്ടേഷൻ. അതായിരിക്കും ആദ്യം ചെയ്യുന്നുണ്ടാവുക. അത് കഴിഞ്ഞാണ് ബഡ്ജറ്റിങ്, ഫോർകാസ്റ്റിങ് എല്ലാം ചെയ്യുന്നുണ്ടാവുക. ഓക്കെ അല്ലേ? സോ പ്ലാനിങ് ആണ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഒരു മിഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പർപ്പസാണ്. ഇപ്പം എന്ത് ചെയ്യണം എന്നുള്ളതാണ് മിഷൻ. വിഷൻ എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ഡയറക്ഷനും. ഭാവിയിൽ എന്ത് ചെയ്യണം, ഒരു 2 വർഷം കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഒരു 5 കൊല്ലം കഴിയുമ്പോൾ എവിടെ എത്തി നിൽക്കണം, ഇതിനെയൊക്കെയാണ് എന്തെന്ന് പറയുക, വിഷൻ എന്ന് പറയുക. ഓക്കെ അല്ലേ? ഇനി സ്ട്രാറ്റജിക് പ്ലാനിങ്ങിൽ എന്താ ചെയ്യിക്കുന്നത്? എൻഷുവേഴ്സ് ലോങ് ടേമിൽ സക്സസ് ആവുക എന്നുള്ളതാണ് സ്ട്രാറ്റജിക് പ്ലാനിങ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അലൈൻമെൻറ്റ് ഓഫ് ഗോൾസ് ആൻഡ് റിസോഴ്സസ്. നമുക്ക് വേണ്ട ഒബ്ജക്റ്റീവ്സിനെയും ഗോൾസിനെയും നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസിനെയും പെർഫെക്റ്റ്ലി അലൈൻ ചെയ്ത് യൂസ് ചെയ്ത് ലോങ് ടേമിൽ സക്സസ്ഫുൾ ആവുക. ഇതാണ് സ്ട്രാറ്റജിക്കൽ പ്ലാനിങ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സ്മാർട്ട് ഒബ്ജക്റ്റീവ്സ് ആയിരിക്കണം നമ്മൾ ചെയ്യുന്നുണ്ടാവുക. മേക്ക് പ്ലാൻ ആക്ഷനബിൾ ആൻഡ് മെഷറബിൾ. നമ്മൾ വെക്കുന്ന ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് സ്മാർട്ടായിരിക്കണം, സ്പെസിഫിക് ആയിരിക്കണം, മെഷറബിൾ ആയിരിക്കണം, അച്ചീവബിൾ ആയിരിക്കണം, റെലവൻ്റ് ആയിരിക്കണം, ടൈം ബൗണ്ട് ആയിരിക്കണം. ഈ 5 കാര്യങ്ങൾ നോക്കിയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് മാത്രമായിരിക്കണം നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ടാവുക. സോ ഇത്രയും കാര്യങ്ങളെ ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. പ്ലാനിങ്ങിനെ പറ്റിയാണ് നമ്മൾ പഠിച്ചത്. അതിൽ തന്നെ സ്ട്രാറ്റജിക് ലെവൽ പ്ലാനിങ്ങിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിച്ചത്. മിഷൻ എന്താണ്, വിഷൻ എന്താണ്, പ്ലാനിങ് എന്താണെന്ന് പഠിച്ചു, അതിൻ്റെ പർപ്പസസ് പഠിച്ചു. അങ്ങനെ കുറച്ച് തിയറി ഏരിയാസാണ്. ഒരു 4 വീഡിയോസ് ആയിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക. 4 വീഡിയോസും കൂടെ കൂട്ടിയാലും 15 മിനിറ്റിൻ്റെ ഒരു 2 വീഡിയോയും 10 മിനിറ്റിൻ്റെ ഒരു 2 വീഡിയോയും, അതായത് ഒരു 50 മിനിറ്റ്സ്, 1 മണിക്കൂറിൽ താഴെ മാത്രമേ നിങ്ങൾക്ക് കാണാനുണ്ടാവുള്ളൂ. സോ എല്ലാവരും ടൈം വേസ്റ്റ് ആക്കാതെ വേഗം തന്നെ കണ്ട് പഠിച്ച് മുന്നോട്ട് പോവുക. എപ്പോഴും പറയുന്ന പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഈ വിൻഡോയിൽ തന്നെ പാസ്സാവണം. ഗുഡ് ലക്ക് ഓൾ.